ഹേ ഗൈസ്, യു ആർ വാച്ചിങ് ടി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ട പോലെ ഒരു സ്പ്ലെൻഡറിൻ്റെ ഫുൾ വർക്കാണ്. ആക്ച്വലി നമ്മൾ റെഡ് കളർ സ്പ്ലെൻഡർ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ചെയ്യുന്നത്. റെഡ് കളർ എന്നല്ല, ഇതുവരെ നമ്മൾ വേറെ കളറിൻ്റെ സ്പ്ലെൻഡർ ചെയ്തില്ല. ഗ്രീൻ എനിക്ക് തോന്നുന്നു അത് ഫുൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ റെഡ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമുള്ള കളറാണ് സ്പ്ലെൻഡർ റെഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സ്പ്ലെൻഡർ പ്രോ ആണ് വണ്ടി. മറ്റേ ബാക്കിൽ ചെറിയ ഹബ് വരുന്ന സെൽഫ് സ്റ്റാർട്ട് വരുന്ന മോഡൽ കേട്ടോ. അത് നമുക്ക് ഒരു സ്പെഷ്യൽ വേരിയൻ്റ് ആണിത്. സെൽഫ് സ്റ്റാർട്ടും വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് പുതിയ മോഡൽ BS6 സ്പ്ലെൻഡറും അല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഇത് അലൈവിലായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ജസ്റ്റ് ഷോട്ടൊക്കെ കണ്ടിരുന്നെങ്കിൽ മനസ്സിലാവും. അലൈവിലാണ് നമ്മൾ ഫ്രണ്ട് ഒരു RC ടൈപ്പ് ഫുൾ ഡിസ്ക് സെറ്റ്, ബാക്ക് 6 ഇഞ്ച് കൺവേർട്ട് ചെയ്യുന്നത്. അതിന് കുറച്ച് കുഞ്ഞു പരിപാടികൾ കുറേ ഉണ്ട്. ക്രക്സിൻ്റെ സ്വിച്ച് സെറ്റ് വരുന്നുണ്ട്, അതിന് ഫ്രണ്ടിൽ ഫ്ലാറ്റ് ഹെഡ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പം ഇതുവരെ നമ്മൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ബാക്കി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അല്ലേ ഉണ്ടല്ലോ. അപ്പം ഇതുവരെയുള്ള പരിപാടീസ് നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ കാലിപ്പർ വെക്കണം, ഹാൻഡിൽ ബാറിലെ സാധനങ്ങൾ. ഞാൻ പറഞ്ഞ ഹാൻഡിൽ ബാറിലെ ഐറ്റംസ് ഈ സൈഡിൽ i3Sൻ്റെ സാധനങ്ങളും ഇവിടെ ക്രക്സിൻ്റെ സ്വിച്ച് സെറ്റാണ് വരുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വേറെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തരാം. പിന്നെ ഹാൻഡിൽ ബാറിലെ ഐറ്റംസ് കയറ്റണം. പിന്നെ ഉള്ളത് ഫ്ലാറ്റ് ഹെഡാണ് വരുന്നത്, അത് ചെയ്യണം. പിന്നെ ഫ്രണ്ട് മഗ്ഗാർഡും അണ്ടർവെല്ലിയും വരുന്നുണ്ട്. ഒരു ഇസഡിൻ്റെ ക്രാഷ് ഗാർഡ് വരുന്നുണ്ട്. അപ്പം അണ്ടർവെല്ലി മഗ്ഗാർഡും റെഡ് കളർ അടിച്ച് പെയിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്ത് പറഞ്ഞാൽ ഈ സെയിം കളർ തന്നെ. പിന്നെ ക്രാഷ് ഗാർഡ് നമ്മൾ ഇസഡിനെയാണ് കയറ്റുന്നത്. അപ്പോൾ അതിൻ്റെ തടിയാക്കണം. അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ടെയിൽ കട്ട് ചെയ്യണം. പിന്നെ ഒരു ഫിനിക്സിൻ്റെ ഷോപ്പ്. അത്രയോടെ ചെയ്ത് ഫുൾ വർക്ക് കഴിയും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടി ഹാൻഡിലെ ഐറ്റംസ് എല്ലാം കയറ്റിയിട്ട് നമുക്ക് ബാക്കിയാണ്. അതേപോലെ ക്രാഷ് ഗാർഡ് അയക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഹാൻഡിലെ ഐറ്റംസ് നോക്കി ഓൾറെഡി സ്ട്രൈപ്പും കാര്യങ്ങളും ലോഡാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്ലിയർ കേസ് വരുന്ന ഒരു ത്രോട്ടിലാണ് ആ സൈഡ് വരുന്നത്. അതിന് i3Sൻ്റെ സ്വിച്ചുകളും കേട്ടില്ല. ഇത് വയറിങ് ഡിഫറൻ്റ് ആണ്, ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്നുള്ളത്. പിന്നെ ഫ്രണ്ടിലത്തെ ഡിസ്കിൻ്റെ ലോഡിങ് കഴിഞ്ഞു. കാണിച്ചത് അപ്പോൾ കാലിപ്പർ കയറിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് മൾഗാർഡും കയറാനുണ്ട്, അണ്ടർവെല്ലി കയറാനുണ്ട്. അപ്പോൾ അതോടെ സെറ്റ് ചെയ്തിട്ട് ഇനി ഓരോ ലുക്ക് സെറ്റാക്കിയിട്ട് ഞാൻ മൊത്തം കാണിച്ചു തരാം. ഓൾമോസ്റ്റ് ഇവിടെ എല്ലാം കഴിഞ്ഞ് ബാറ്ററി ഊരി ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി മിറർ വെക്കണം, 4 ഫുട്ടർഷോടെ മാറാനുണ്ട്, അതുകൊണ്ട്. പിന്നെ ഫ്രണ്ട് മൽഗാർഡ് പിടിപ്പിച്ചു, ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹാഫ് ആക്സിൽ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് അത് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം അതുകൂടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഓവറോൾ ലുക്ക് ആണെന്ന് കാണിച്ചു. വണ്ടിയുടെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുതൽ പറയുവാണെങ്കിൽ സംഭവം സ്പ്ലെൻഡർ പ്രോ ആണ് വണ്ടി. സെൽഫ് ഉള്ള ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ വണ്ടി അലൈവിലായിരുന്നു, സ്റ്റോക്ക് കണ്ടീഷനായി കണ്ടല്ലോ. അപ്പം ഫ്രണ്ടിൽ വന്നിട്ട് RS കൊണ്ട് ഫുൾ ഡിസ്ക് സെറ്റ് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ആൻഡ് ബാക്കിൽ വന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന 120 സെക്ഷൻ വലിപ്പമുള്ള വീല് കയറ്റിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് വർക്ക് ചെയ്തേക്കുന്നത്. ആൻഡ് ബാക്ക് ഫിനിഷിൻ്റെ ഷോക്ക് വന്നിട്ടുണ്ട്. ഒരു വൈറ്റ് ഷോർട്ട് ബാർ കയറിയിട്ടുണ്ട്. ആൻഡ് നിസഡിൻ്റെ ഇൻഡിക്കേറ്റർ, ഓൾഡ് മോഡൽ ഹെഡ് ലൈറ്റും അതേപോലെ തന്നെ ഓൾഡ് മോഡൽ ടൈൽ ലൈറ്റ്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലുണ്ട്, അടുത്ത ദിവസം നോക്കുക. അപ്പം അത്ര ഐറ്റംസാണ് ബേസിക്കായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ച് കിറ്റ് വന്നിട്ട് നമ്മൾ റെക്സ് ടൈപ്പ് സ്വിച്ച് കിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒത്തിരി നാൾ കൊണ്ട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇത് ഞാൻ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഇത് ആദ്യം ഞാൻ പരീക്ഷിക്കുന്നതുകൊണ്ട് ഞാൻ ഫുൾ അത് കോൺസെൻട്രേഷൻ ചെയ്ത വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും നമുക്കൊരു വീഡിയോ സെറ്റ് ചെയ്യാൻ നൈസായിട്ട്. അപ്പോൾ പിന്നെ ഒരു ത്രോട്ടിൽ ഇതൊരു ട്രാൻസ്ഫറിൻ്റെ കേസ് വരുന്ന ടൈപ്പ് ഒരു ത്രോട്ടിൽ ആടിയിട്ടുണ്ട്. ഈ സൈഡിലെ നമ്മൾ സ്വിച്ച് കിറ്റ് വന്നിട്ട് BS6 ടൈപ്പ് ആക്കിയിട്ടുണ്ട്. സെൽഫ് കാര്യങ്ങളെല്ലാം പക്ക വർക്കിങ്ങാണ്. i3Sൻ്റെ നമ്മൾ കൊടുത്തിട്ടില്ല, അതാണ് വേറെ എന്താ സംഭവം പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത്രയൊക്കെയാണ് വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള. പിന്നെ 4 എന്നാ പറയണ്ടേ ഫുട്രസ്റ്റ് 4 FCD ആക്കിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഇസഡിൻ്റെ ഒരു ക്രാഷ് ഗാർഡും കയറ്റിയിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെയാണ് ബേസിക്കായിട്ട് വണ്ടി ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ ട്വിസ്റ്റിന് മൽഗാർഡ് വണ്ടിയുടെ മാച്ച് ചെയ്യുന്ന കളർ അടിച്ച് കയറ്റിയിട്ടുണ്ട്. അണ്ടർവെല്ലി ഉണ്ടാകുന്ന അണ്ടർവെല്ലി ഒഴിവാക്കി. കുറേ വണ്ടികൾക്ക് ഇപ്പോൾ ഞാൻ അണ്ടർവെല്ലി ഒഴിവാക്കുന്നുണ്ട്. കാരണം എഞ്ചിൻ മണിയുടെ കേസ് ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അണ്ടർവെല്ലി വെക്കുന്ന വണ്ടികൾക്ക് ചെറിയൊരു എഞ്ചിൻ മണി വരുന്നുണ്ടെന്ന്. പിന്നെ ബാക്കിൽ ഹാഫ് ചെയിൻ കവറാണ് കാണിച്ചത്. ഞാൻ ജസ്റ്റ് കാണിച്ചാൽ ഇത് ഒത്തിരി വണ്ടികൾക്ക് നമുക്ക് ചെയ്യുന്നുണ്ട്. സംഭവം നല്ല രീതിയിൽ നല്ല ലുക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കിൽ നിന്നുള്ള ഹാഫ് ചെയിൻ കവർ വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഫ്രണ്ടിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വണ്ടി മെയിനായിട്ട് വേണ്ട അട്രാക്ഷൻ ഈ കളർ തന്നെയാണ്. ഭയങ്കര ഭംഗി കളർ കാണാനായിട്ട്. അപ്പോൾ വണ്ടിയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.